രാവിലെ തന്നെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് വിജിത്ത് വാതിൽ തുറന്നത്. ഒട്ടും പരിചയമില്ലാത്ത ഒരു മുഖം. ഇതാരാണ് എന്ന ആകുലതയോടെ വിജിത്ത് ഇറയത്തേക്കിറങ്ങി. മുറ്റത്തെ ചെടികളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന മഞ്ഞുതുള്ളികൾ നോക്കി നിൽക്കുകയാണ് വന്നയാൾ. കാൽപെരുമാറ്റം കേട്ട് അയാൾ തിരിഞ്ഞു നിന്നു. വിജിത്ത് സാറല്ലേ? ആഗതന്റെ ചോദ്യം. അതേയെന്ന് അയാൾ തലയാട്ടി. ഞാൻ നിങ്ങളുടെ ഭാര്യ അന്ന് സഞ്ചരിച്ചിരുന്ന ബസ്സിലെ കണ്ടക്ടറാണ്. ഒരാഴ്ച മുമ്പ് നടന്ന തന്റെ ഭാര്യയുടെ അപകടമരണം വിജിത്തിന്റെ ഓർമ്മകളെ പിടിച്ചുലച്ചു. അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്നോണം അയാൾ തല കുടഞ്ഞു. എന്നിട്ട് വന്നയാളോട് എന്താ കാര്യം എന്ന മട്ടിൽ ഒന്ന് നോക്കി. ഞാൻ ബസ്സിലെ CCTV ക്യാമറ പരിശോധിച്ചു. നിങ്ങളുടെ ഭാര്യ വന്നു കയറിയത് മുതൽ അപകടം നടക്കുന്നത് വരെ എല്ലാം ഇതിലുണ്ട്. അയാൾ ബാഗിൽ നിന്നും എന്തോ തിരഞ്ഞ് എടുത്ത് തൻ്റെ നേർക്ക് നീട്ടുന്നത് വിജിത്ത് കണ്ടു. അവർ തീർത്തും അപരിചിതരാണ്. മീഡിയ പറയുന്നത് പോലെ ഒന്നിച്ചു വന്നു കയറിയവരൊന്നുമല്ല അവർ. 2 അവസരങ്ങളിലായി അവർ എറണാകുളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. കണ്ടക്ടർ അയാളെ ആശ്വസിപ്പിക്കാൻ എന്നോണം കാര്യങ്ങൾ വ്യക്തമാക്കി. അവളുടെ മരണത്തെക്കാൾ തന്നെ വേദനിപ്പിച്ചത് ആ സമയത്ത് ഉയർന്നു വന്ന ചില അപവാദങ്ങളാണ്. അപകടത്തിൽ അവളോടൊപ്പം വേറെ 2 പേർ കൂടി മരിച്ചിരുന്നു. ഒന്ന് അവളുടെ തന്നെ ക്ലാസ്സിൽ പഠിച്ച ഒരു ബാങ്ക് മാനേജർ, പിന്നെ 7 വയസ്സുള്ള ഒരു കുട്ടിയും. 3 പേരും 3 സീറ്റിലാണ് ഇരുന്നിരുന്നത്. കണ്ടക്ടർ വീണ്ടും പറഞ്ഞു, അപകടം നടക്കുമ്പോൾ അശ്രദ്ധമായിരുന്നവർ, എവിടെയും പിടിക്കാതെ ഇരുന്നവർ ഒക്കെയാണ് ആദ്യം പരുക്കുപറ്റി വീണു പോവുക. അയാൾ വിശദീകരിച്ചു. വിജിത്ത് ഗൗരവത്തിൽ ഒന്ന് മൂളി. ഇത് കയ്യിൽ നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന സാധനം വാങ്ങാതെ താൻ അകത്തേക്ക് കയറിയത് കൊണ്ടാകണം. കണ്ടക്ടർ സംശയിച്ചു നിന്നു. വേണ്ട, എനിക്ക് അതൊന്നും കാണണ്ട, വിജിത്ത് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എങ്കിലെപ്പോഴെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നിയാൽ ഈ നമ്പറിൽ വിളിച്ചോളൂ. അയാൾ ഒരു കഷ്ണം കടലാസ് അവിടെ വെച്ചിട്ട് പോയി. അതിൽ അയാളുടെ പേരും ഫോൺ നമ്പറും എഴുതിയിരുന്നു. വിജിത്ത് അതെടുത്ത് ചുരുട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. രാവിലെ തന്നെ ഒരു കാക്ക വീടിനടുത്ത് വന്നിരുന്ന് അകാരണമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വിജിത്തിന് തൻ്റെ തല പെരുക്കുന്നതായി തോന്നി. അയാൾ വീണ്ടും ഓർമ്മയിലേക്ക് കൂപ്പുകുത്തി. തലേന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അയാൾ വീണ്ടും ഓരോന്നായി ഓർത്തു. യാത്രയിൽ വെച്ചായിരുന്നു താനും അവളും ആദ്യമായി കണ്ടുമുട്ടിയത്. സുന്ദരമായ ഒരു പ്രണയവും കഴിഞ്ഞാണ് വിവാഹത്തിലെത്തിയത്. 21 വർഷങ്ങളോളം തങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. 2 മക്കളും ഉണ്ടായി. അവർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവരൊക്കെ അങ്ങ് പോയപ്പോൾ വിജിത്ത് പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെയായി. അമ്മ ജോലിയുടെ ആവശ്യത്തിന് പോയതല്ലേ അച്ഛാ? അവൾ മരിച്ച ദിവസം രാത്രി മകളുടെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് അയാൾ തല കുനിച്ചു നിന്നു. അമ്മ എന്തിനാ തനിച്ചു പറഞ്ഞയച്ചത്? അച്ഛന് ലീവ് എടുത്ത് ഒപ്പം പോകാമായിരുന്നില്ലേ? മകന്റെ ചോദ്യം. പ്രൈം ടൈമിൽ വന്ന വാർത്തയും ചർച്ചയും അവരും കണ്ടിരുന്നു. പണ്ടത്തെ പരിചയം വെച്ച് ഒന്നിച്ച് ഒളിച്ചോടുന്നതിനിടയിൽ പറ്റിയ അപകടം എന്ന നിലയിലായിരുന്നു വാർത്ത വന്നത്. 2 പേരെയും അറിയുന്ന ഒരുപാട് പേർ പത്രം ഓഫീസിലേക്കും ചാനൽ ഓഫീസുകളിലേക്കും വിളിച്ചതോടെയാണ് ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. ഒപ്പം മരിച്ച 7 വയസ്സുള്ള കുട്ടിയെക്കുറിച്ച് മാത്രം ആരും അധികമൊന്നും സംസാരിച്ചു കണ്ടില്ല. എല്ലാവരും നിരന്തരം അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിജിത്തിനും സംശയം തോന്നി. അയാൾ ആരും അറിയാതെ ഭാര്യയുടെ മൊബൈൽ പരിശോധിച്ചു. മക്കൾ പഠന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ് മൊബൈൽ നോക്കൂ എന്ന് അയാൾ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. തനിക്ക് തോന്നുന്ന ഫ്രസ്ട്രേഷൻ, കോപം, സങ്കടം ഒന്നും തന്നെ തൻ്റെ മക്കൾ കാണാൻ ഇടവരരുത് എന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ മക്കൾ പോയ ദിവസം രാത്രി അയാൾ മുറിയിൽ കയറി അവളുടെ ബാഗ് തുറന്ന്. ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം അവളുടെ ഫോൺ അനക്കമറ്റ് കിടക്കുന്നതായിരുന്നു. ചാർജ് ചെയ്ത് വീണ്ടും അതിനെ ജീവൻ വെപ്പിച്ചപ്പോൾ ഒരുപാട് മെസ്സേജസും മറ്റും ഒഴുകിയിറങ്ങി. അവളുടെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. കൈരളി ബസ്സിലായിരുന്നു തങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ കണ്ടുമുട്ടലുകളിലൊക്കെ കൈരളി ഒരു നിറസാന്നിധ്യമായിരുന്നു. അതാവാം അവളുടെ പാസ്വേഡ്. കൈരളി @8 AM എന്നായിരുന്നു. ആ മൊബൈൽ തുറക്കുമ്പോൾ അയാളുടെ കൈകൾ വിറച്ചു. തന്നെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന യാതൊന്നും ഇതിൽ നിന്നും വായിക്കാൻ ഇടവരരുതേ എന്ന് അയാൾ ഉത്കടമായി ആഗ്രഹിച്ചു. വാട്സപ്പിലെ ഏതാണ്ട് എല്ലാ മെസ്സേജസും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പരിചയമുള്ള കുറേയേറെ പേരുടെ ചാറ്റ് ഹിസ്റ്ററിയിൽ അയാൾ നോക്കാതെ വിട്ടുകളഞ്ഞു. ആ ദിവസം മരിച്ച ബാങ്ക് മാനേജറുടെ പേരിലോ പേര് സേവ് ചെയ്യാത്ത ഏതെങ്കിലും നമ്പറിലോ ചാറ്റ് ചെയ്തിട്ടുണ്ടോ, കോൾ വന്നിട്ടുണ്ടോ എന്നതായിരുന്നു അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. അന്നേ ദിവസം അയച്ചിരിക്കാൻ സാധ്യതയുള്ളതും ഇതുവരെ വായിച്ചിട്ടില്ലാത്തതുമായ ഓരോ പുതിയ മെസ്സേജസും വഴിക്ക് വഴിയെ വിജിത്ത് വായിച്ചു. ഓഫീസിലെ കൂട്ടുകാരിയുടെ പരിഭവവും കുടുംബവഴക്കും അയാൾ നോക്കിയതേയില്ല. പലചരക്ക് കടയിലെ സീതേച്ചിക്ക് അടുത്ത ദിവസം എടുത്തു വെക്കാനായി അയച്ചു കൊടുത്ത ലിസ്റ്റിന് വന്ന മറുപടിയും വിട്ടുകളഞ്ഞു. അവളുടെ കസിൻ സിസ്റ്റർ മകളുടെ കല്യാണത്തിനെക്കുറിച്ച് ആകുലപ്പെട്ടെഴുതിയ കുറേ കാര്യങ്ങൾ അയാൾ പിന്നീട് വായിക്കാൻ മാറ്റിവെച്ചു. അടുത്ത പേരിലേക്ക് നോക്കുമ്പോഴാണ് ഇതുവരെ ശ്രദ്ധയിൽപ്പെടാത്ത, പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു പേര് മൊബൈലിൽ കണ്ടത്. ബാങ്ക് മനു എന്നാണ് അവൾ സേവ് ചെയ്തേക്കുന്നത്. അയാളുടെ പേര് മനു എന്നല്ലല്ലോ. വിജിത്ത് ആശ്ചര്യം കൊണ്ടു. അവരുടെ ചാറ്റ് ഹിസ്റ്ററി ഒത്തിരി ഉണ്ടല്ലോ എന്നത് അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. അയാൾ ആദ്യം തന്നെ ആ ദിവസത്തെ ഡേറ്റ് നോക്കി, സമയവും നോക്കി.
അവൾ മരിച്ച ദിവസമാണ്. സമയവും ഏതാണ്ട് അപകടം നടന്നതിന് തൊട്ടു മുമ്പുള്ള സമയം തന്നെ. തനിക്ക് വിയർത്തു തുടങ്ങുന്നതായും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായും തൻ്റെ നില പരുങ്ങലിലാകുന്നതായും വിജിത്ത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കുടിവെള്ളത്തിനായി അയാൾ ഡൈനിങ് ടേബിളിലേക്ക് നോക്കി. ഒഴിഞ്ഞ ജാറുമെടുത്ത് അടുക്കളയിൽ പോയി വെള്ളം പകർന്ന് ടേബിളിൽ കൊണ്ടുവച്ചു. ഗ്ലാസ് എടുത്ത് വെള്ളം പകർന്ന് ഒരു കവിൾ കുടിച്ചു. വീണ്ടും മൊബൈലിലേക്ക് ആകാംക്ഷാഭരിതനായി നോക്കി. സോഫയിൽ വന്നിരിക്കുമ്പോഴും തൻ്റെ കാലുകൾ കുഴഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. വീണു പോയേക്കുമോ എന്ന് ഭയന്ന് അയാൾ സോഫയുടെ അരികു പിടിച്ചു. ഇത് മുഴുവൻ വായിച്ചു തീർക്കുന്നതിനിടയിൽ തനിക്ക് വല്ലതും പറ്റിയാലോ എന്ന ഭയം കാരണം ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ച് അരികിലെത്താൻ അയാൾ ആലോചിക്കുവാൻ തുടങ്ങി. മൂന്നാമതൊരാളുടെ സാന്നിധ്യത്തിൽ മാത്രമേ തനിക്കിത് വായിക്കാനാവൂ എന്ന് അയാൾക്ക് പെട്ടെന്ന് തോന്നിപ്പോയി. മൊബൈലിൽ നിന്നും മുഖമുയർത്തി സീലിംഗിലേക്ക് ദൃഷ്ടികളൂന്നി അയാൾ ആലോചിക്കാൻ തുടങ്ങി. ആരെ വിളിക്കും? പകൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും SI വന്നിരുന്നു. തന്നോട് പല കാര്യങ്ങളും ചോദിച്ചിട്ടാണ് 1.5 മണിക്കൂറിന് ശേഷം അയാൾ പോയത്. അയാളെ വിളിച്ചാലോ? പക്ഷെ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം വിജിത്തിന് തോന്നി, ഇതിനകത്തെ വിശേഷങ്ങളൊക്കെ ആദ്യം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അത് വായിച്ചാൽ മാത്രമേ ആരെയാണ് വിളിക്കേണ്ടത്, ആരോടാണ് എല്ലാം പറയേണ്ടത് എന്നൊക്കെ ഒരു ധാരണ വരൂ. അത് കഴിഞ്ഞ് തീരുമാനിക്കാം. അങ്ങനെ അയാൾ സമാധാനത്തോടെ മൊബൈലിലേക്ക് വീണ്ടും മിഴികൾ പായിച്ചു. ഒരു മെസ്സേജ് മാത്രമേ അതിൽ നീ വായിക്കാതെ ഉള്ളൂ. അത് അയാൾ തുറന്നു നോക്കുമ്പോൾ കണ്ടത് നീ പോടി പന്നി എന്നാണ്. ഇതാരാണ് തൻ്റെ ഭാര്യയോട് ഇത്ര അധികാരത്തിൽ ചീത്ത പറയാൻ മാത്രം ധൈര്യം കാണിച്ചത് എന്നോർത്ത് വിജിത്തിന് ദേഷ്യം ഇരച്ചു കയറി. അയാൾ ചാറ്റ് ഹിസ്റ്ററിയുടെ ആദ്യത്തെ ഭാഗത്ത് തുഴഞ്ഞെത്തി. ആദ്യത്തെ വരി തുടങ്ങുന്നതും അതേ ദിവസം തന്നെയാണ്. നീ എങ്ങോട്ടാ ഉണ്ണിമാങ്ങേ? ഞാൻ എങ്ങോട്ട് പോയാലും നിനക്ക് എന്താടാ ചൊരുത്തവളെ? നിനക്കിപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അല്ലേ? പിന്നെ ദേഷ്യം കൊണ്ട് നടക്കാൻ നീ എൻ്റെ ആരാ? ഞാൻ കാരണമല്ലേ നിന്റെ 5-6 കല്യാണം നടക്കാതെ പോയത്? നന്നായി പോയി. ആ സമയത്ത് നിനക്ക് പഠിച്ചൊരു ജോലിക്ക് കയറാൻ സാധിച്ചു. സ്മരണ വേണം കുട്ടി, സ്മരണ. എവിടെ? ഉണ്ണിമാങ്ങ തിന്ന് നടക്കുമ്പോൾ ഇതൊക്കെ എവിടെ ഓർമ്മിക്കാൻ? നീ പോടാ മരമാക്രി. ദേ, എന്നെ മരമാക്രി എന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു ബാങ്ക് മാനേജറാ, അതറിയാമല്ലോ. അതെങ്ങനെയാ? റെസ്പെക്റ്റ് എന്നത് രക്തത്തിലില്ലല്ലോ. നീ ആരാ റെസ്പെക്റ്റ് ചെയ്യാൻ? ഇന്ത്യൻ പ്രസിഡന്റോ? വിജിത്തിന് മനസ്സിന് ഒരു ലാഘവം വന്നു. അവർ തമ്മിൽ താൻ വിചാരിച്ചതുപോലെ അടുപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ, മറിച്ച് അല്പം വിദ്വേഷത്തിലാണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി. തൻ്റെ ഭാര്യയുടെ കയ്യിലിരിപ്പ് 21 വർഷമായി കാണുന്നതുകൊണ്ട് അവൾ ശത്രുവിനോട് ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും അയാൾ ഒട്ടൊരു ചിരിയോടെ ഓർത്തു. അവരുടെ പടകാളി ചണ്ടിച്ചങ്കിരി മുഴുവൻ വായിക്കാൻ നിൽക്കാതെ വിജിത്ത് ഓരോന്നായി ഓടിച്ചു നോക്കി. രണ്ടുപേരും യാത്രയിൽ ബസ്സിൽ പിടിച്ചിരിക്കുകയായിരുന്നില്ല എന്നും കാര്യമായി മൊബൈലിൽ ചാറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നുവെന്നും അയാൾ ഊഹിച്ചു. അതാണ് ആക്സിഡന്റ് നടന്നപ്പോൾ മുഖം വെച്ച് ഇടിച്ചമർന്ന് പരിക്കിന്റെ ആഘാതം കൂടിപ്പോയതും തുടർന്ന് മരണപ്പെട്ടതും. വിജിത്ത് വീണ്ടും പല ഉരുവായി ഓരോന്നായി വായിച്ചു തീർത്തു. അവരുടെ ക്ലാസ് മുറികളിലെ അംഗവും തുടർന്നിങ്ങോട്ട് വർഷങ്ങളായി കൊണ്ടു നടന്നിരുന്ന ഈഗോ ക്ലാഷും ഉള്ളിലൊതുക്കി വെച്ച കലിയും പൊട്ടിത്തെറിച്ച ദിവസമായിരുന്നു അന്ന്. ഒരുപക്ഷെ ബസ് കാത്തു നിന്നപ്പോഴായിരിക്കാം അവർ കാലങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയത്. ആരോ ഒരാൾ മറ്റൊരാളോട് ഫോൺ നമ്പർ ചോദിക്കുന്നു, വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുന്നു. ചുറ്റുമുള്ളവർ എന്ത് കരുതു എന്ന് കരുതി നമ്പർ കൊടുക്കുന്നു. അതിൻ്റെ ദേഷ്യത്തിന് ബസ്സിൽ കയറിയത് മുതൽ ചാറ്റിലൂടെ ദേഷ്യപ്പെടുന്നു. ഇതൊക്കെ ആയിരിക്കാം സംഭവിച്ചത്. പക്ഷേ ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോ ചാനലുകളിലോ പോകാൻ വയ്യ. തൻ്റെ ഭാര്യയുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദപ്രയോഗങ്ങളും കയ്യിലിരിപ്പും ലോകമറിയും. അതോടെ വിജിത്ത് ഒന്ന് തീരുമാനിച്ചു, ഇതിന്റെ പുറകെ ഇറങ്ങി പുറപ്പെടാതിരിക്കുക. പറയുന്നവർ കുറച്ചുനാൾ പറഞ്ഞു കഴിഞ്ഞ് സ്വയം മതിയാക്കിക്കൊള്ളും. തനിക്കും മക്കൾക്കും ഈ ലോകത്ത് ഇനിയും ജീവിക്കേണ്ടതാണ്. അയാൾ പൊടുന്നനെ ബാങ്ക് മാനേജറുടെ കുടുംബത്തെക്കുറിച്ച് ഓർത്തു. അവരുടെ വീട്ടിലൊന്ന് പോകണം, എന്നിട്ട് ഈ ചാറ്റ് ഹിസ്റ്ററി അവിടെയും കാണിക്കണമെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് അയാൾക്കൊരു കാര്യം ബോധ്യമായത്. അവിടെയുള്ളവരും അയാളുടെ ഫോണിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ വായിച്ചു കാണും. അവർക്കും കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമായി കാണും. ഇനി അവിടെ പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മക്കൾ രണ്ടുപേരും അടുത്തയാഴ്ച വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ മൊബൈൽ കൊടുത്ത് ഈ ചാറ്റ് വായിക്കാൻ പറയണമെന്ന് അയാൾ തീരുമാനിച്ചു. ഇത്തിരി ഗൗരവത്തോടെ വേണം കൊടുക്കാൻ. ദേഷ്യഭാവത്തിൽ കൈമാറുന്ന മൊബൈൽ അവർ വിറയലോടെ കൈപ്പറ്റി. പരസ്പരം നോക്കി ആകാംക്ഷാഭരിതരായി വായിക്കുന്ന രംഗം ഓർത്തപ്പോൾ അയാൾക്ക് ചിരി വന്നു. അടുത്തയാഴ്ച വേഗം വരാൻ അയാൾ ആശ്വാസത്തോടെ കാത്തിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.